ഗൈസ് നമ്മൾ കണ്ണൂർ പോവാണ്. ഹിബന്റെ അവിടെ പോവാണ് ഗൈസ്. 2 ദിവസം ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കണ്ണൂർ പോവാന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ആയിട്ട് ഇറങ്ങിയതായിരുന്നു. കുറേ നേരം നമ്മൾ കാത്തുനിന്നതിന് ശേഷമാണ് നമുക്കൊരു ഓട്ടോറിക്ഷയെങ്കിലും കിട്ടിയത്. ഇന്ന് എല്ലാവരും നാട്ടിൽ പോണ ദിവസമാണല്ലോ, വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ വണ്ടി ഇടാനൊക്കെ നല്ല പാടായിരുന്നു. അതേമാതിരി തന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു. ട്രെയിൻ വന്നപ്പോഴുള്ള തിരക്കും കൂടെ കണ്ടപ്പോൾ അമ്മക്കത് സമാധാനമായി. നമ്മളിനി എന്ത് ചെയ്യുമല്ലേ, ഇങ്ങോട്ട് നോക്കുക. ലാസ്റ്റ് നമ്മൾ ഇടിച്ചു തോന്നി എങ്ങനെക്കോ ആ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി. ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അവസ്ഥ ഇതന്നെയായിരുന്നു. ആദ്യം ഒന്നും ഇരിക്കാൻ തീരെ സ്ഥലം കിട്ടിയിട്ടില്ലായിരുന്നു. ഇരിക്കാൻ എങ്ങനെക്കോ ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടെ കുറച്ച് സ്ഥലം കിട്ടിയപ്പോൾ തന്നെ ഇവിടെ ഒരു തിരുന്ന് ഗെയിം കളിക്കുന്നു. നമ്മൾ 4 ആൾക്കും ആദ്യം 2 സ്ഥലത്തായിട്ടായിരുന്നു സീറ്റ് കിട്ടിയത്. പിന്നെ നമുക്ക് 3 ആൾക്കും ഒരുമിച്ച് കിട്ടി. ജാസ്മിൻ അപ്പുറത്തും കിട്ടി. അങ്ങനെ കണ്ണൂർ എത്താനായപ്പോൾ തന്നെ നമ്മൾ മാഞ്ഞാളക്കളി അവിടെ തുടങ്ങി. നെച്ചൊക്കെ കണ്ണൂർക്ക് മെയിനായിട്ട് വന്നത് തന്നെ കണ്ണൂരിലെ സ്പെഷ്യലായിട്ടുള്ള കണ്ണൂർ കോക്ടെയിൽ കുടിക്കാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രെയിൻ ഇറങ്ങി ആദ്യം അത് കുടിക്കാൻ വേണ്ടിയായിരുന്നു പോയിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കിട്ടിയ ബസ്സിലും കയറി നമ്മൾ ഹിബൻ്റെ അടുക്കാട്ട് പോയി. തിരക്കാണ് ഇവിടെ. നമ്മൾ എത്തിയിരിക്കുന്ന ഹിബന്റെ വീട്ടിലേക്ക് താണ്ടിയുള്ളത്. ബസ് ഇറങ്ങിയ ഒരു 10 മിനിറ്റ് നടന്നതിന്റെ ശേഷം ഹിബന്റെ പുറയിലേക്ക് നമ്മൾ എത്തിയത്. ഇവിടെ എത്തിയപ്പോൾ ഗൈസ് ചെരുപ്പൊക്കെ പട്ടി അടിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടി ഇവള് കാറിന്റെ മുകളൊക്കെ ചെരുപ്പ് കയറ്റിയേക്കണത്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാലും നമുക്ക് അവിടെ പിന്നെ മേഞ്ഞാളക്കളി കൂടുതലാണ്. അത് തന്നെ എൻ്റെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നത്. ഗൈസ് നാളെ നമ്മളെ കണ്ണൂർ വ്ളോഗിന്റെ പാർട്ട് 2 വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഓക്കെ ബൈ.